ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് തൊടുപുഴയ്ക്കും വഴിത്തലയ്ക്കും ഇടയ്ക്കുള്ള വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ വാഴപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷന് 1 കിലോമീറ്റർ അകത്തുള്ള ഒരു 40 സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. ഇതാണ് ആ മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന റോഡാണിത്. ആ റോഡിനോട് ചേർന്നാണ് നമ്മുടെ പ്ലോട്ടുള്ളത്. ഇത് പ്ലോട്ടിലേക്കുള്ള ഒരു 10 അടി വീതിയിലുള്ള വഴിയാണ്. ഒരു 10 മീറ്ററേ വരുള്ളൂ. ഇപ്പം നമ്മൾ കണ്ട റോഡിൽ നിന്ന് ഒരു 10 മീറ്ററേ വരുള്ളൂ. ഇതാണ് വഴി. തൊടുപുഴയിൽ നിന്ന് നമ്മൾ വഴിത്തലയ്ക്ക് വരുമ്പോൾ നെടിയശാല കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചെറിയ ജംഗ്ഷനാണ് ഈ വാഴപ്പള്ളി എന്ന് പറയുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ. പിന്നെ നമ്മൾ ആ ബസ് റൂട്ടിൽ നിന്ന്, അതായത് തൊടുപുഴ വഴിത്തല കൂത്താട്ടോളം മെയിൻ റോഡിൽ നിന്ന് 600 മീറ്ററേ ഉള്ളൂ ഈ പ്ലോട്ടിലേക്ക്. ഇതാണ് പ്ലോട്ട്. നല്ല നിരന്ന പ്ലോട്ടാണ്. വീട് വയ്ക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള നല്ല സ്ഥലമാണ്. വെള്ളം കിട്ടുന്ന, കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അതല്ലാതെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക്, വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് 24 hours നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ ആ ടാങ്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വഴിയടക്കം 40 സെൻറ്റ് സ്ഥലമാണ്. വഴി കഴിച്ചിട്ടാണെങ്കിൽ 38.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിനകത്ത് ഏകദേശം ഒരു 40ഓളം റബ്ബറും പിന്നെ ഒരു 10 തേക്ക്, പിന്നെ 3-4 പ്ലാവ്. ആ പ്ലാവിൽ തന്നെ 2 നല്ല വലിപ്പമുള്ള പ്ലാവാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ആദായമുള്ളതെന്ന് പറഞ്ഞ്. ദീർഘചതുരാകൃതിയിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരതിരിലുള്ള ഒരു തട്ടാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ഈ കെട്ടാണ് ഇതിൻ്റെ ഒരതിര്. ഇതിങ്ങനെ നീളത്തിന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലാണ് അടുത്ത ഒരു തട്ട് കിടക്കുന്നത്. അപ്പോൾ അത് നല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടെ വീതിയുള്ള, നമുക്ക് വീടൊക്കെ വയ്ക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു തട്ടാണത്. അപ്പോൾ അങ്ങനെ 2 തട്ടായിട്ടാണ് ഈ വസ്തു കിടക്കുന്നത്. തേക്കൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്, അല്ലാതെ ഒരുപാട് വലിപ്പമുള്ള തേക്കല്ല. അങ്ങനെ 10 തേക്കാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഒരറ്റത്തെ അതിരെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കാണുന്ന ഒരു വലിയ തേക്കും ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിൻ്റെ തേക്കിൻ്റെയും നടുക്കായിട്ടാണ് ഇതിൻ്റെ ആ അറ്റത്തെ അതിര് വരുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു വീട് കാണാൻ പറ്റും. ആ വീടിനോട് ചേർന്നാണ് ഈ ഭാഗത്തെ അതിര് വരുന്നത്. റബ്ബറെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റബ്ബറാണ്. അതായത് മാർക്ക് ചെയ്യാറായിട്ടുള്ള റബ്ബറാണ് ഇവിടെ നിൽക്കുന്നത്. തേക്ക് നിൽക്കുന്നതിൽ ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ളൊരു തേക്കാണിത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തേക്കാണ്.
പിന്നെ ഇതൊരു നല്ല വലിയൊരു പ്ലാവാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു വലിയ തേക്കിൻ്റെയും പ്ലാവിൻ്റെ ഇടയ്ക്കുള്ള അതിരെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരു വലിയ പ്ലാവും പിന്നെ ഇതും അങ്ങനെ 2 വലിയ പ്ലാവുണ്ട്. അതുകൂടാതെ ചെറിയ പ്ലാവുകൾ വേറെയുണ്ട്. ഇത് ഈ പറമ്പിൽ നിൽക്കുന്ന വേറൊരു വലിയ തേക്കാണ്. നമ്മൾ നേരത്തെ കണ്ട തേക്കിൻ്റെ അത്രയൊക്കെ ഉള്ള ഒരു വലിയ തേക്ക്. പിന്നെ ഇവിടെ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഇവിടെ തൊട്ടടുത്തൊരു വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് ആ വാട്ടർ ടാങ്ക്. അപ്പോൾ ഇവിടെ നിന്ന് ധാരാളം വെള്ളം നമുക്ക് 24 മണി. ഇത്രയാണ് ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിനി ഇതിൻ്റെ വിലയൊന്ന് നോക്കാം. ഇതിന് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് 60,000 രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.